ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ആണെങ്കിൽ വന്നിങ്ങനെ ചോദിക്കുകയാണല്ലോ ബാലനോട്, മോനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താന്ന്. ഒരു ഗതിയും പരഗതിയില്ലാതെ അവൻ ഇങ്ങനെ നടക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അവൻ്റെ ഒരു സ്വഭാവ ദോഷം കൊണ്ട് തന്നെയാണ്. ഞാൻ പറയുന്നതൊന്നും അവൻ അനുസരിക്കാറില്ല. കുട്ടിക്കാലം മുതലേ അവൻ്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അവൻ അനുഭവിക്കുന്നതെന്ന് പറയട്ടോ. അപ്പോൾ അദ്ദേഹം ഗോമതിയോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ്റെ ഒരു സംസാരം ഇങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് മകനെക്കുറിച്ച് എന്താ അഭിപ്രായമെന്ന്. പക്ഷേ ഗോമതി പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. എൻ്റെ മോനെക്കുറിച്ച് കുസൃതിയും വാശിയും ഒക്കെ ഉണ്ടെങ്കിലും അവൻ നല്ലവനാ എന്ന് പറയാം. കണ്ടല്ലോ, അമ്മമാരിങ്ങനെ തന്നെ പറയുള്ളൂ. അമ്മയ്ക്ക് നല്ല ഒരു സ്വഭാവവും നല്ലൊരു വ്യക്തിത്വവും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അപ്പം തന്നെ ബാലൻ പറയാം, ഞാനേ അവനെ എങ്ങനെ വളർത്തിയതാണെന്നറിയോ, എന്തെല്ലാം പ്രതീക്ഷകളോടുകൂടിയാണ്, എന്നിട്ടും അവൻ എന്നോട് കാണിച്ചെന്താന്ന് നിങ്ങൾക്കറിയില്ല. അപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, പിന്നെ നിങ്ങൾ പറയണത് പോലെ അനുസരിച്ചും അതുപോലെ നടക്കുകയും ചെയ്യുന്ന ബാക്കി മക്കളുണ്ടല്ലോ ഇവിടെ, അവരൊക്കെ എന്താ ജില്ലാ കളക്ടറാണോ അതോ നിങ്ങൾ ജില്ലാ കളക്ടറാണോ? അല്ലല്ലോ, ആരും വലിയവനല്ല. പിന്നെ പണ്ട് കാലം മുതലേ ഇത്രയും പ്രശസ്തരായ ശാസ്ത്രജ്ഞന്മാരും മറ്റുള്ളവരും ഒക്കെ ഓരോന്നും കണ്ടുപിടുത്തങ്ങളും ഒക്കെയാക്കി അവർ പ്രശസ്തരായപ്പോൾ തുടക്കത്തിൽ അവരുടെ വീട്ടിലെ മാതാപിതാക്കളും മറ്റുള്ളവരും ഒക്കെ അവരെ തടഞ്ഞിട്ടേ ഉള്ളൂ. അതിൽ നിന്നും തീയിൽ കുരുത്തവൻ വെയിലത്ത് പാടില്ലെന്ന് പറയുന്നത് പോലെ അതിൽ നിന്ന് കയറി വന്നവരാണ് പലരും. അതുകൊണ്ട് ആരെയും നിങ്ങളിങ്ങനെ തരം താഴ്ത്തി കാണരുത്. അവനെപ്പോലെ ഒരു മിടുക്കനായ ഒരു ബ്രില്യൻ്റായ ഒരു മോനെ നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമെന്ന് വേണം പറയാനായിട്ട്. ആര്യൻ നിങ്ങളുടെ ഭാഗ്യമാണ്, അത് ഞാൻ വീണ്ടും വീണ്ടും പറയാം. അതുപോലെ നല്ല മനസ്സുള്ള നല്ല വ്യക്തിത്വമുള്ള ഒരു പയ്യൻ, അവൻ ഒരു രത്നമാണ്, അത് നിങ്ങൾ കാത്തു സൂക്ഷിക്കുക തന്നെ വേണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഗോമതിക്ക് അതൊക്കെ ഭയങ്കര സന്തോഷമാവണം മറ്റുള്ളവർക്കും. പക്ഷേ ബാലൻ അതൊന്നും വിട്ട് കളയുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം പോണതിന് മുമ്പേ ഒരു വാക്കുകൂടെ പറഞ്ഞിട്ടാണ് പോണത്, നിങ്ങൾ അവനെ തിരിച്ചു വിളിക്കണമെന്ന്. അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ട് പോണ സമയത്ത്, നിങ്ങൾ അവനെ കൈവിട്ട് കളഞ്ഞാൽ വളരെ നഷ്ടമാവും. ഇപ്പോൾ ദേ തെരുവിലും അവിടെ ഇവിടെയും ഇത്രയും ചുമടെടുക്കാനും അതിനും ഇതിനൊക്കെ അവനെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ദോഷം കൊണ്ട് തന്നെയാണ് അവനിത് ചെയ്യുന്നത്, അല്ലാതെ അവൻ്റെ കുറ്റം കൊണ്ടല്ല എന്നും കൂടെ അദ്ദേഹം പറയാം. അങ്ങനെ പോകാൻ പോകുന്ന അദ്ദേഹത്തിന് ഗോമതി വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, സാർ ഞാൻ എന്താ ഇനി വേണ്ടതെന്ന്. അപ്പോൾ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങളുടെ മകനെ നല്ല രീതിയിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തിരിച്ച് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അവനെ തിരിച്ചിവിടെ കൊണ്ടുവരണം, അതാണ് വേണ്ടത്, നിങ്ങൾ വിളിക്കുക തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോവാട്ടോ. വെളിയിലിറങ്ങി കാറിലിരുന്നിട്ട് മിത്രേനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ നീ ഇന്നലെ രാത്രി എന്നെ വിളിച്ചിരുന്നില്ലേ, ആര്യനെക്കുറിച്ച് നീ ഒത്തിരി സംസാരിച്ച് കരഞ്ഞിരുന്നു, അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ അതിനൊരു ഫലം കണ്ടിട്ടുണ്ടെന്ന് പറയാട്ടോ. എന്താ ഒക്കെ ശരിയാവും, നീ സമാധാനമായിട്ടിരിക്കുക. അത് സാർ, ഞാൻ ഇന്നലെ വിളിച്ചത് എന്താണെന്ന് വെച്ചാൽ, ആര്യൻ നല്ല പഠിക്കാനും ഒക്കെ മിടുക്കനായ ഒരാളല്ലേ. എനിക്ക് വേണ്ടി കിടന്ന് കഷ്ടപ്പെട്ടിട്ട് അവൻ അവൻ്റെ ഭാവി നഷ്ടപ്പെടുത്തുന്ന കാരണം എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. എന്നെപ്പോലെ തന്നെ അവനും പഠിക്കണം, ആ ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇന്നലെ വിളിച്ച് സാറിനോട് ഇതൊക്കെ പറഞ്ഞെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയാം, ഇന്നത്തെ കാലത്ത് ഓരോ ഭാര്യമാരും സ്വന്തം ഭർത്താക്കന്മാരെ സ്വന്തം അമ്മയ്ക്കോ അച്ഛനോ വിട്ടുകൊടുക്കാതെ സഹോദരങ്ങളിൽ നിന്നും ഒക്കെ പിരിച്ച് ഒറ്റയ്ക്ക് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ മോൾ അതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ്. തിരിച്ച് കുടുംബത്തിലേക്ക് തന്നെ അവൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവനെ തിരിച്ച് കയറ്റണമെന്ന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടില്ല നീ എന്നെ വിളിച്ചത്. നിങ്ങൾ രണ്ടുപേരും രണ്ട് രത്നങ്ങളാ മക്കളെ, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പങ്ങളും വരില്ല, നിങ്ങൾ ഉയർച്ചയിലെത്തും, സമാധാനമായിട്ടിരിക്കുക. അല്ല, അവരുടെ വീട്ടിൽ ഒന്ന് സംസാരിക്കുന്ന കാര്യം പറയാനുണ്ട് മിത്ര, അതൊന്നും നീ പേടിക്കണ്ട, അതിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ സംസാരിച്ചു. പക്ഷേ അമ്മയോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ അമ്മയ്ക്ക് അവിടെ ഒരു വോയിസും ഇല്ല സാർ, അച്ഛനാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണമെന്ന് പറയാട്ടോ. അതെനിക്ക് മനസ്സിലായി, അങ്ങനെ തന്നെ വേണം. പക്ഷേ ചില കാര്യങ്ങളിൽ അമ്മമാരൊരു തീരുമാനം എടുക്കും. മക്കളും മറ്റ് ഭർത്താക്കന്മാരും ഒക്കെ സമാധാനം ഇല്ലാതെയാണ് ജീവിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാലേ അവർ അങ്ങോട്ട് ഇറങ്ങും. അവർക്ക് സമാധാനം ഉണ്ടാവുമോ പിന്നീട്? ഇല്ല. അമ്മമാർ വിചാരിച്ച് നടക്കാത്ത ഒന്നുമില്ല, ധൈര്യമായിട്ട് നീ ഇരുന്നോ, ഒക്കെ ശരിയാവും. ആരെയും തിരിച്ച് അങ്ങോട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് ഇനി വിഷമത്തിൻ്റെ കാരണങ്ങളൊന്നും പറയണ്ട കേട്ടോ, നന്നായിട്ട് പഠിച്ച് നല്ല മിടുക്കരാവണമെന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ച് അദ്ദേഹം ഫോൺ വയ്ക്കുകയാണ്. അപ്പോൾ തന്നെ മിത്രയ്ക്ക് ഇതുപോലൊരു സന്തോഷം ഇല്ല കേട്ടോ. എന്തായാലും എല്ലാവരോടും സംസാരിച്ചുവല്ലോ ആര്യനെക്കുറിച്ച്, ആ ഒരു സന്തോഷത്തിലാണ് മിത്ര. ഇവിടെ നമ്മളെ ബാലൻ്റെ അടുത്ത് ഗോമതി വീണ്ടും പറയാണ്, ബാലേട്ടാ അദ്ദേഹം പറഞ്ഞിട്ട് പോയത് കേട്ടല്ലോ, നമ്മുടെ സ്വന്തം മോനല്ലേ ആര്യൻ, അവനിങ്ങനെ തള്ളിക്കളയാൻ എനിക്ക് പറ്റത്തില്ല ബാലേട്ടാ, അതുകൊണ്ട് തന്നെ ഞാൻ പറയാണ് ഇത്രയും വേഗം അവനെ തിരിച്ച് വിളിക്കുക. പോയി വിളിക്ക് നീ, അവനിപ്പോൾ വല്ല ചന്തയിലോ തെരുവിലോ ഒക്കെ ഇങ്ങനെ തേണ്ടി നടക്കുന്നുണ്ടാവും, നിന്നെ പോയി വിളിക്കുക. ഞാൻ പോയി വിളിക്കും, എന്താ കാര്യം ബാലേട്ടാ ഒന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ മകൻ തന്നെയല്ലേ ആര്യൻ, എൻ്റെയും മകൻ തന്നെയാണ്. ഇങ്ങനെ ഒരു വിശ്വാസത്തിലാണ് ഞാൻ പറയുന്നത്, ബാലേട്ടൻ തന്നെ പോയി വിളിക്കണമെന്ന്. ഞാൻ പോയി വിളിക്കാനോ? ഉടനെ
ധർമ്മനോട് പറയാ, ധർമ്മ നീ ഒന്ന് ബാലേട്ടനോട് പറ, ഒന്ന് പോ ചേച്ചി, എനിക്ക് വെറുതെ വായിരിക്കണം കേൾപ്പിച്ച് തരല്ലേ എന്ന്. എടാ എല്ലാവർക്കും അവരവരുടെ കാര്യം തന്നെ വലുതല്ലേ. അപ്പോൾ ആനന്ദിനോട് പോയി പറയാം. അപ്പോൾ ആനന്ദും പറയാ, അച്ഛാ അവനെ തിരിച്ച് വിളിക്കണം. ഉദയഭാനു അങ്കിള് ഇവിടെ വന്നു കഴിഞ്ഞാലും നമ്മുടെ വിവാഹം കഴിഞ്ഞാലും അവനില്ലെങ്കിൽ അതൊരു കുറവായിരിക്കും. പിന്നെ അവൻ വലിയ IAS ഉദ്യോഗസ്ഥനല്ലേ, അവൻ വരും കുറവായിട്ട് തോന്നാൻ. ഒന്ന് പോടാ, അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്ന് വീണ്ടും ബാലൻ പറയാട്ടോ. അപ്പോൾ തന്നെ ആകാശ് വന്ന് പറയാം, അച്ഛാ ഒരു പ്രാവശ്യത്തേക്ക് അവനോട് ഒന്ന് ക്ഷമിച്ചുകൂടെ അച്ഛാന്ന്. ഒരു പ്രാവശ്യമോ? ഞാൻ എത്ര തവണ ക്ഷമിച്ചിട്ട് അവനോട്. കുട്ടിക്കാലം മുതലേ ഞാൻ പറയുന്നതെല്ലാം അവൻ വേർതിരിച്ച് കാണും, അതിനെതിരായിട്ട് പറയും. ഇതെല്ലാം പോട്ടെ, നിന്റെ കല്യാണം നടത്താനായിട്ട് അവൻ ഒളിച്ചും പാത്തും ഒക്കെ നടത്തി തന്നില്ലേ, അങ്ങനെ ഒരു കാര്യം ചെയ്തില്ലേ. അതും കഴിഞ്ഞ് ആ ജന്മ ശത്രുവായി നമ്മളെ തൊട്ടടുത്തിരിക്കുന്നവൻ അവിടുത്തെ പെണ്ണിനെ തന്നെ അവൻ വിളിച്ചുകൊണ്ട് ഓടിയില്ലേ, അത് ഞാൻ ക്ഷമിക്കണോ? അതും പോട്ട്, ഇതെല്ലാം ഞാൻ ക്ഷമിച്ചു. പക്ഷേ അത് കഴിഞ്ഞ് എനിക്കൊരു സ്വർണ്ണക്കള്ളനാണെന്നുള്ള പേര് പോലും അവൻ വാങ്ങി തന്നില്ലേ. അപ്പോൾ ഇതിൽ കൂടുതൽ എന്ത് ഞാൻ ക്ഷമിക്കാനാടാ പറ. എന്നിട്ടും ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഔദാര്യത്തിൽ ഞാൻ അവനോട് ഇവിടെ വന്ന് താമസിച്ചോളാം പറഞ്ഞു. എന്നിട്ടോ അപ്പോഴും അവൻ അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിലാണ് നിൽക്കുന്നത്. ഇനി ഞാൻ എന്താ വേണ്ടത്? എന്നെ കൊണ്ട് പറ്റില്ല, അവനെ വിളിക്കുകയാണെന്ന് വീണ്ടും പറയാം. അപ്പോൾ ഗോമതി വീണ്ടും ഗോമതിയുടെ സങ്കടം കാരണം ഗോമതി ഇങ്ങനെ പിണങ്ങി നിൽക്കുക കേട്ടോ. ബാലൻ ചെന്ന് ആ തോളത്തേക്ക് കൈവച്ചിട്ട് പറയാം, ഗോമതി നീ അതങ്ങ് വിട്ട് കളഞ്ഞേക്കെന്ന്. ആ കൈയിനെ ആരും പ്രതീക്ഷിക്കാതെ തട്ടി മറിച്ചിട്ട് ഗോമതി. എന്നിട്ട് വല്ലാത്തൊരു ദേഷ്യത്തോടു കൂടി തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കുന്നുണ്ട്, മറന്നു കളയാനോ? എനിക്കങ്ങനെ മറക്കാൻ പറ്റില്ല. അവൻ എൻ്റെ മോനാ, മറ്റുള്ളവരെ പോലെ തന്നെ എൻ്റെ മോൻ. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, നീ ചെന്ന് വിളിക്കടി. അവൻ എവിടെയാവുണ്ടെന്ന്. എവിടെയായാലും ഞാൻ വിളിക്കും, ഞാൻ പോയി വിളിക്കും, അവനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ഗോമതി അവിടുന്ന് പിണങ്ങി അടുക്കളയിലേക്ക് ചെന്ന് നിൽക്കട്ടോ. അപ്പോൾ തന്നെ ഉടനെ മീനാക്ഷിയും കൂടെ ചെല്ലുന്നുണ്ട്. അമ്മ വിഷമിക്കാതെ, നമുക്ക് ആര്യനെ തിരിച്ചു കൊണ്ടുവരാം. ആകാശം പറഞ്ഞുകൊണ്ട് നമുക്ക് പോവാമേ, പോയി വിളിക്കാം. നിങ്ങളാരും വരണ്ട, ഇത്രത്തോളം സഹായിച്ചിടത്തോളം മതിയായി. ആർക്കുമില്ല അവനോട് ഒരു സ്നേഹം. നിങ്ങളൊക്കെ സഹോദരങ്ങളല്ലേ. എന്നിട്ട് അവൻ ഉണ്ടോ, ഉറങ്ങിയോ, എങ്ങനെ ജീവിക്കണോ എന്തെങ്കിലും അന്വേഷിക്കാറുണ്ടോടോ നീയൊക്കെ? എല്ലാവനും അവനവൻ്റെ കാര്യങ്ങൾ മാത്രം. പക്ഷേ എനിക്ക് അവനെ വിട്ടുകളയാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി പൊട്ടിക്കരയാട്ടോ. ആ രാത്രി തന്നെ പോവാൻ ഇറങ്ങാണ് ആര്യൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ തന്നെ മീനാക്ഷി തടയുന്നുണ്ട് കേട്ടോ. മീനാക്ഷി പറഞ്ഞു, അമ്മേ ഇപ്പോൾ പോയാൽ അവൻ എവിടെ കാണാൻ? അവൻ എവിടെ ഉണ്ടെങ്കിലും ഞാൻ പോയി കണ്ടിരിക്കും മീനാക്ഷി, എനിക്ക് അവനെ കൊണ്ടുവരണം എന്ന് പറയാട്ടോ. അപ്പോൾ മീനാക്ഷി പറഞ്ഞ, അമ്മക്കറിയാതെ അമ്മയുടെ വിഷമങ്ങളെ എനിക്കറിയാൻ പറ്റും. കാരണം ആര്യൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഞാനും അമ്മയും ഗുരുവായൂരപ്പനും ഒക്കെ സാക്ഷിയല്ലേ. അതുകൊണ്ട് അമ്മേ ഞാൻ ഒരിക്കലും തെറ്റ് പറയില്ല. അമ്മ സമാധാനപ്പെടാൻ നമുക്ക് കൊണ്ടുപോകാം, പോയി ആര്യനെ കൂട്ടി വരാം, മിത്രേനെയും കൂട്ടി വരാം. അതുകൊണ്ട് അമ്മ സങ്കടപ്പെടല്ലേ, സമാധാനമായിട്ടിരിക്കുന്ന മീനാക്ഷി ഒത്തിരി സമയം പറഞ്ഞ് ഗോമതി ആശ്വസിപ്പിക്കട്ടെ. ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്